പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് വന്നിട്ടുള്ളത് ആമ്പൂർ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നാണ് നിങ്ങളുമായിട്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ബിരിയാണിയിലേക്ക് നമ്മൾ എരിവിന് വേണ്ടി ചേർക്കുന്നത് ഉണക്കമുളകാണ്. ഉണക്കമുളക് ഒരു അരമണിക്കൂർ ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തെടുത്തതാണിത്. മുളകിൻ്റെ ഞട്ടൊക്കെ ഒന്ന് കളഞ്ഞെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഞാൻ 1 കിലോ അളവിലാണ് ചിക്കൻ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 10 വറ്റൽമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഒരു പാകത്തിനുള്ള എരിവായിരുന്നു. ഇനി കൂടുതൽ എരിവ് വേണമെന്നുള്ളവർക്ക് കൂടുതൽ മുളക് എടുക്കാവുന്നതാണ്. ഇനി ഒരു കുക്കർ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടേബിൾ സ്പൂണോളം നെയ്യുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ലപോലെ ഒന്ന് ചൂടാകുന്ന കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി ജീരകം, 1 ടീസ്പൂൺ വലിയ ജീരകം, കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ എന്നിവയാണ് ചേർത്ത് കൊടുക്കുന്നത്. സ്പൈസസ് എല്ലാം ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം ഒരു 3 വലിയ ഉള്ളി നീളത്തിൽ കനം കുറഞ്ഞ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്നങ്ങ് വഴണ്ടി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് കുറച്ചധികം തന്നെ മല്ലിയിലയും പുതിന ഇലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്നങ്ങ് വഴറ്റിയതാ ഇതുപോലെ ഉള്ളിയൊക്കെ നന്നായിട്ട് കളറൊന്ന് മാറി വരണം. ആ സമയത്ത് നമ്മൾ ആദ്യം അരച്ച് മാറ്റി വെച്ചിരുന്ന ഉണക്കമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആ മിക്സി ജാറിലേക്ക് ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം പിന്നെ ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ്. ഞാനൊരു 2 വലിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മളിതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ട് 1 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റായി വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പോളം തൈരാണ്. തൈര് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുക്കർ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് നമുക്കിത് ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ആ ചിക്കനൊക്കെ ഒന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി അളന്ന പാത്രത്തിൽ ഒരു പാത്രം വെള്ളവും പിന്നെ ഈ ഒരു ചിക്കൻ വേവിച്ച ഇതിലൊരു 1/4 കപ്പ് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഏകദേശം അരി അളന്ന പാത്രത്തിലൊരു 1/4 പാത്രം വെള്ളം ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക് കീറിയിട്ട് കൂടെ കൊടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശേഷം വെള്ളം നല്ലൊരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അരിയുടെ കുറച്ച് മുകളിലായിട്ട് വെള്ളം നിൽക്കണം. അതാണ് വെള്ളത്തിൻ്റെ ഒരു കറക്റ്റ് അളവ്. ഇനി കുക്കർ മൂടി വെച്ച് ഒരൊറ്റ വിസിൽ നമുക്ക് അടുപ്പിച്ചെടുക്കാം. ഒരൊറ്റ വിസിൽ വന്നപ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കിയിരുന്നു. അതിനുശേഷം പിന്നെ എയറൊക്കെ താനെ റിലീസായി പോയതിന് ശേഷമാണ് തുറന്ന് നോക്കുന്നത്. ഇപ്പോൾ അതാ നമ്മുടെ ബിരിയാണിയൊക്കെ കറക്റ്റ് വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റ് അളവ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ മിക്സ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള എന്നാൽ വളരെ രുചികരമായിട്ടുള്ള ആമ്പൂർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.